മലയോര മേഖലയിലെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി വ്യാപാര മേഖലയിൽ 1.5 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള VTS ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററിയുടെ മൂന്നാമത്തെ ഷോറൂം കാളികാവ് മാളിയേക്കൽ പിലാക്കൽ പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യാപാരി വ്യവസായി സംഘടനാ നേതാക്കളുടെയും നാട്ടിലെ പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ VTS ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഖാസി സക്കീർ ഹുസൈൻ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വികസന കുതിപ്പിൽ ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മാളിയേക്കലിന് VTS ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി വൻ കുതിപ്പ് നൽകും. ഗുണമേന്മയും വിലക്കുറവും ഉറപ്പു നൽകുന്ന VTSന് കാളികാവ്, ഐലാശ്ശേരി എന്നിവയ്ക്ക് പുറമെയാണ് മാളിയേക്കലും പുതിയ ഷോറൂം തുറന്നത്. വീടുകളിലെ വയറിങ്ങിനും പ്ലംബിങ്ങിനും ബാത്റൂം ഫിറ്റിംഗ്സുകൾക്കും എല്ലാം ദൂരസ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടിയിരുന്ന മാളിയേക്കൽ ഗ്രാമത്തിന് വലിയൊരു നേട്ടമാണ് VTS ഷോറൂം തുറന്നതോടെ ഉണ്ടായിരിക്കുന്നത്. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ കമ്പനി വിലയ്ക്ക് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന VTS 1.5 പതിറ്റാണ്ട് കാലം മലയോര മേഖലയിൽ നിന്ന് നേടിയെടുത്ത വിശ്വാസ്യതയാണ് മൂന്നാമത്തെ ഷോറൂം തുറന്നതിലൂടെ നേടിയതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. 15ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 1 മാസം നീണ്ടു നിൽക്കുന്ന വമ്പിച്ച ഓഫറും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങുകളിൽ സംബന്ധിച്ച ആളുകൾക്കിടയിൽ നിന്ന് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റും ഏറെ സഹായം നൽകുന്ന VTS ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി ഷോറൂം ഉദ്ഘാടനത്തിന് അസ്വാ ടവർ ഉടമയായ പുന്നപ്പാല അക്ബർ ചോക്കാട് പാലിയേറ്റീവ് ക്ലിനിക്കിന് 4 ലക്ഷം രൂപ സംഭാവന നൽകുകയും ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രമുഖ ചാനലുകളിലെ കുട്ടിപ്പാട്ടുകാരുടെ കരോക്കെ ഗാനമേളയും സംഘടിപ്പിച്ചു. ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് അംഗം CH നാസർ ബാപ്പു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളികാവ് ചോക്കാട് യൂണിറ്റ് നേതാക്കളായ CH ഫൈസൽ, എറമ്പത്ത് കരീം, M സബീദലി, K റസാഖ്, എഫ്സോ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധാകരൻ, താലൂക്ക് പ്രസിഡന്റ് ഷാനവാസ്, മഹൽ ഭാരവാഹികളായ മാട്ടായി മൊയ്തീൻ, മാട്ടായി മൂസക്കുട്ടി എന്നിവർ വിശിഷ്ടാതിഥികളായി. VTS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ മജീദ്, അബ്ദുൾ അസീസ്, അൻവർ, ഹബീബ് റഹ്മാൻ, നാട്ടുകാരായ TP റഷീദ്, കരുവാടൻ മുനീർ, KP റഷീദ്, കരുവാടൻ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ബിസിനസ് ഡെസ്ക്, W വിഷൻ ന്യൂസ്.